സീ ആൻഡ് ട്രീറ്റ്, അതാണ് ലാപ്രോസ്കോപ്പിയുടെ ഗുണം. ട്യൂബ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ബെസ്റ്റ് പരിശോധന എന്താണെന്ന് ചോദിച്ചാൽ ലാപ്രോസ്കോപ്പിയാണ്. നമ്മുടെ ഈ വന്ധ്യത ട്രീറ്റ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അവലോകനമാണ് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഈ ഫെലോപ്പിയൻ ട്യൂബിന്റെ ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് പല ഉപാധികളുണ്ട്. വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ട്യൂബ് വാഷ് എന്ന് പറഞ്ഞൊരു ചെറിയ പരിശോധനയുണ്ട്. അതിനുശേഷം നമ്മൾ ട്യൂബിന്റെ എക്സ്റേ എടുക്കുക, ഹിസ്റ്ററോസാൽപിൻജോഗ്രാഫി, HSG എന്ന് പറഞ്ഞൊരു പരിശോധനയുണ്ട്. പക്ഷേ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്, അഥവാ കീഹോൾ സർജറി. ഈ ട്യൂബ് വാഷിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഡൈ യൂട്രസിലോട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഈസ് വെച്ചാണ് നമ്മൾ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. അതിനൊരു ആധികാരികത. ട്യൂബിന്റെ എക്സ്റേ എടുക്കുന്നത് നല്ലൊരു പരിശോധനയാണ്. നമുക്കൊരു എക്സ്റേ ഫിലിമിൽ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. എനിക്കും നിനക്കും ഈക്വലി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതൊരവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ ഒരു 30 വയസ്സിന് മേലെയായി, നമുക്ക് പണ്ട് ഓപ്പറേഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ സയൻസ് നമുക്ക് സ്കാനൊക്കെ നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്നത് നല്ലത്. കാരണം എന്താ, ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ ചെറിയൊരു മുറിവിട്ടിട്ട് നമ്മൾ വയറിൻ്റെ ഉൾഭാഗത്തോട്ട് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് യൂട്രസിനെ പറ്റി അറിയാൻ പറ്റും, ഓവറിയെ പറ്റി അറിയാൻ പറ്റും, ട്യൂബിൻ്റെ അവസ്ഥയെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ആ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റും.